അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഓവണൊന്നുമില്ലാതെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള ഈ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഹാർട്ട് ഷേപ്പും എങ്ങനെ ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചോക്ലേറ്റ് കേക്കാണ്. ഓവണിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിന് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഫുള്ള് എടുക്കണ്ട, 3/4 കപ്പ് മതി. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇട്ട പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള മുട്ട വേണം എടുക്കാനായിട്ട്. ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 3 എടുക്കാം. ഞാനിപ്പോൾ ഇത് 2 അത്യാവശ്യം വലുപ്പമുള്ളത് കൊണ്ട് ഞാൻ 2 എടുത്തത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ട എടുക്കുന്ന സമയത്ത് എപ്പോഴും റൂം ടെമ്പറേച്ചറായിട്ടുള്ള മുട്ട എടുക്കാൻ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഒട്ടും നന്നായിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്. 250 ml കപ്പിന് തന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ടയൊക്കെ അത് നന്നായിട്ട് തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദയുടെ ഒക്കെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മെല്ലെ ഇതൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഇനി ഹാൻഡ് മിക്സറായിട്ട് മിക്സ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മെല്ലെ വേണം മിക്സാക്കി എടുക്കാനായിട്ട്. നമ്മളിങ്ങനെ ഇളക്കി ഇതാക്കരുത്. ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ മിക്സാക്കി എടുത്താൽ മതി. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് ടിൻ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാനിലും ചെയ്താൽ മതി. ഞാനിപ്പോൾ കേക്ക് ടിൻ എടുത്തെന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഓയിൽ എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ മുഴുവൻ ബാറ്ററും ഈ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് ഒരു 10 മിനിറ്റായിട്ട് ഞാനൊന്ന് സ്പീഡ് കുറച്ചിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാന്. അതിലേക്ക് ഈ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പാനിൻ്റെ അടിയിലായിട്ട് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ പാൻ നന്നായിട്ട് ചൂടായ ശേഷം വേണം നമ്മൾ ഇതിലേക്ക് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കൈപ്പൊള്ളാതെ വേണം നമ്മൾ ഈ കേക്ക് ടിന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂറോളം 30 മിനിറ്റോളം ഞാനിത് റെഡിയാവാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അത് റെഡിയാക്കി എടുക്കുക. ഇനി കേക്ക് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട ചോക്ലേറ്റ് ഗണേഷ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മിൽക്ക് ചോക്ലേറ്റാണ്. കോമ്പൗണ്ട് ചോക്ലേറ്റിൽ മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളൊന്നും വേണ്ട, നമുക്കൊരു 300 ഗ്രാമോളം ചോക്ലേറ്റ് വേണ്ടി വരും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം തിളച്ച ശേഷം വേണം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ബൗളിൽ ചോക്ലേറ്റ് ഇട്ടിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. നമ്മൾ ചോക്ലേറ്റ് എപ്പോൾ മെൽറ്റ് ചെയ്തെടുക്കുമ്പോഴും ഞാനിതിന് മുന്നത്തെ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം വേണം നമ്മൾ ചോക്ലേറ്റുള്ള ബൗൾ ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ വെള്ളത്തിൻ്റെ അടിയിലായിട്ട് ടച്ച് ചെയ്യരുത് നമ്മുടെ ഈ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ബൗള്.
അതുപോലെ നമ്മൾ ചോക്ലേറ്റ് ഇട്ടിട്ടുള്ള ബൗള് നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. എടുക്കുന്ന സ്പാച്ചുലാണെങ്കിലും നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ചോക്ലേറ്റ് മെൽറ്റായിട്ട് കിട്ടില്ല, വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇതാ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കണം. പക്ഷേ അതിന് മുന്നായിട്ട് നമുക്കിതിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഒന്നുകൂടെ അതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള ഹാർട്ട് ഷേപ്പിലുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കി എടുക്കാനാണ് നമ്മൾ ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ ഞാനൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു മൗൾഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പും എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്ലാസിൻ്റെ അടപ്പിലൊന്നും വെച്ച് ചെയ്യരുത്, പെട്ടെന്ന് അത് അടർത്തിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് അത് ബാക്കിൽ നിന്ന് തന്നെ അടർത്തിയെടുക്കാൻ ഈസിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ മോൾഡ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. ഇതുപോലത്തെ ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ സൈഡിലുള്ളതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതെടുത്ത് മാറ്റാം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കേക്കിൻ്റെ മുകളിലൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഫ്രീസറിലേക്ക് തന്നെ മാറ്റി വെക്കാം. ലാസ്റ്റിൽ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് എടുക്കാം. നമ്മുടെ ബാക്കിയുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് ഞാൻ 250 ml കപ്പിന് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതൊന്ന് മിക്സാക്കി കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷമാണ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുള്ള കേക്ക് ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒന്ന് കുത്തി നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടില്ലേ, ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 35 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു റെഡി ആവാനായിട്ട്. അപ്പോൾ നമ്മളൊരു അരമണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ചെറുതായിട്ട് മാവൊക്കെ ഒട്ടി പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 5-10 മിനിറ്റ് വീണ്ടും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടെ ബേക്ക് ചെയ്തെടുക്കുക, റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാറിയ ശേഷം ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് ഈ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഇങ്ങനെ മാറ്റിയ ശേഷം നമുക്ക് കേക്ക് ഈ മൗൾഡിൽ നിന്ന് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ മുകളിലത്തെ ലെയർ നമുക്ക് ലാസ്റ്റിൽ പൊടിച്ചിടാനായിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല ചൂടുണ്ട് കേക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേക്ക്. നിങ്ങൾ എന്തായാലും ചൂടാറിയ ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, നല്ല ആവി വരുന്നുണ്ട് കേക്കിൽ നിന്ന്. അപ്പോൾ ഇതൊന്നുകൂടെ ചൂടാറിയ ശേഷം നമുക്ക് അടുത്ത ലെയർ കൂടെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ചൂടാറിയ ശേഷം രണ്ടാമത്തെ ലെയർ കേക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേക്കിനായിട്ട്. അപ്പോൾ നമ്മളെ കേക്കിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വിപ്പിംഗ് ക്രീമിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കുക. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ നമ്മളെ വിപ്പിംഗ് ക്രീം ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊരു 3 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയൊരു കളറ് മതി വിപ്പിംഗ് ക്രീമിന്, ചോക്ലേറ്റിൻ്റെ ചെറിയൊരു കളറ്. ഇനിയിപ്പോൾ കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ 4-5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ചോക്ലേറ്റ് ഗണേഷ് നമുക്ക് ലാസ്റ്റിൽ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടെ ഞാൻ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്ക് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാനൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു കേക്ക് വെക്കുന്ന ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്കിൻ്റെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഷുഗർ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ്. അത് ചൂടാറിയ ശേഷമാണ് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 3-4 ടേബിൾ സ്പൂണ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക എല്ലാ സൈഡിലേക്കും കേക്കിൻ്റെ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ക്രീം ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ഷുഗർ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റത്തെ ലെയർ കേക്കിൽ ചെയ്ത പോലെ ഒരുപാടൊന്നും ഒഴിക്കേണ്ട, ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഇനി നമ്മുടെ ക്രീം ഇതിൻ്റെ എല്ലാ സൈഡിലായിട്ട് ആക്കി കൊടുക്കുക. റെഡിയാക്കി വെച്ച ചോക്ലേറ്റിൻ്റെ ക്രീം ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീം, അത് ഇതുപോലെ എല്ലാ സൈഡിലും ആക്കിയിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതെല്ലാ സൈഡിലേക്കും ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സൈഡിലും കേക്കിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ക്രീമാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ സ്പാച്ചുല വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ എല്ലാ സൈഡിലേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് ക്രീം കൊണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ചോക്ലേറ്റ് ഗണേഷിൻ്റെ ബാക്കിയുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഡിസൈൻ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, കാരണം നമ്മളിതിൻ്റെ മുകളിൽ ഇനി നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത് വെച്ചത് പൊടിച്ചിടും. അപ്പോൾ അത് നന്നായിട്ട് ഭംഗിയിലൊന്നും ചെയ്യണമെന്നില്ല. ഇതൊന്ന് എല്ലാ സൈഡിലേക്ക് ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കേക്ക് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് ഇതുപോലെ ഇങ്ങനെ ഇട്ട് എല്ലാ സൈഡിലും ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കൈ വെച്ചിട്ട്. ആദ്യം ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് 2 കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് കേൾക്കുമ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ട് ഇരിക്കും. നമ്മൾ ചോക്ലേറ്റ് ഗനാശ് ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് കറക്റ്റ് കേക്കിലായിട്ട് ഇരുന്നോളും. അങ്ങനെ കേക്കിൻ്റെ സൈഡിലെല്ലാമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ഡിസൈൻ കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കേക്ക് പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം കേക്ക്. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ സൈഡിലും ക്രീമാക്കിയ ശേഷം ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ പൊടിച്ച് വെച്ച കേക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ബാക്കിയുള്ള കേക്കിൻ്റെ മിക്സ് മുഴുവനായിട്ട് കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹാർട്ട് ഷേപ്പിലുള്ള ചോക്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹാർട്ട് ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഏത് മോൾഡാണുള്ളത് അതിൽ ഇതുപോലെ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് ഇതുപോലത്തെ ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ അത് 2 ഞാൻ ഉണ്ടാക്കിയത്. അത് 2 ഞാൻ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചോക്ലേറ്റ് കേക്കാണ്. ഇനി നമുക്കിത് തണുപ്പിച്ചെടുത്ത ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഞാനിതൊരു 3-4 മണിക്കൂറൊന്ന് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചോക്ലേറ്റ് കേക്കാണ്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.